എങ്ങനെയാണ് ഒരു കുടുംബം, ഒരു വ്യക്തി ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്? വചനത്തോട് ബന്ധമുണ്ടെങ്കിൽ വചനം ആ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ കൊച്ചു ഉദാഹരണം പറയാം. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ചേട്ടൻ, ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അച്ഛാ എനിക്ക് ഉറക്കമില്ല. ഇയാള് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ഒക്കെ നടത്തി, ഇച്ചിരി പൊളിഞ്ഞ് പാളീസായി വളരെ ഭാരപ്പെട്ടിരിക്കുക. അദ്ദേഹം പറഞ്ഞു, അച്ഛാ എനിക്ക് ഉറക്കമില്ല, ആലോചിക്കും തോറും തലയ്ക്കകത്ത് ഇങ്ങനെ അസ്വസ്ഥത കൂടിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് ഉറക്കമില്ല, എന്ത് ചെയ്യും? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടാ പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കാനൊന്നും പറ്റിയ അവസ്ഥയല്ല അച്ഛാ, ഇല്ലച്ചാ. പ്രാർത്ഥിക്കാൻ അച്ഛനൊക്കെ പറയാൻ എളുപ്പ, പക്ഷെ പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ല. വല്ലാത്തൊരവസ്ഥയിലൂടെ പോകുന്നു, വല്ലാത്ത വിഷമ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെന്ന്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടാ ഒരു കൊച്ചു കാര്യം. അവിടെ നിന്ന് സമ്പൂർണ്ണ ബൈബിൾ എടുത്ത് കയ്യിലോട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, സങ്കീർത്തനം 150 അധ്യായങ്ങളുണ്ട്. എത്ര അധ്യായങ്ങൾ? 150, 150 ചാപ്റ്റേഴ്സ്. 1 അധ്യായം തൊട്ട് സാവധാനം വായിക്കുക. പോട്ടാശ്രമത്തിലെ നിത്യാരാധന ചാപ്പലിൽ കൊണ്ട് ഇരുത്തി. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഉറക്കമില്ല, ഞാൻ ആകെ അസ്വസ്ഥനാണ്, അച്ഛൻ അറിയാലോ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഒന്നും വിഷമിക്കേണ്ട, ചേട്ടൻ ഇവിടെ ഇരിക്കുക. എന്നിട്ട് ഈ സങ്കീർത്തനം 1 അധ്യായം തൊട്ട് പയ്യെ വായിക്കുക, സാവധാനം വായിക്കുക. പ്രിയപ്പെട്ടവരെ, രാവിലെ ഒരു 9:30 കൊണ്ട് ഇരുത്തിയതാ, ഉച്ചയായിട്ടും കാണുന്നില്ല. ഞാനപ്പോൾ ഉച്ചയ്ക്ക് ഒരു 2 മണി ആയപ്പോഴത്തേക്ക് ഇതിയാനെ കാണുന്നില്ലല്ലോ എന്നോർത്ത് അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, അവിടെ ഇരുന്നുകൊണ്ട് ഇയാള് കൂർക്കം വലിച്ചുറങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വിചാരിച്ചു പാപം അവിടെ ഇരുന്ന് ഉറങ്ങട്ടെ. പ്രിയപ്പെട്ടവരെ, വൈകുന്നേരമായി, ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല, ഞാൻ വിളിക്കാൻ പോയില്ല. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇത് എഴുന്നേറ്റ് വന്നു. ഈ കയ്യിൽ ബൈബിളൊക്കെ ആയിട്ട് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് മുഴുവൻ വായിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷേ അച്ഛാ ഞാൻ വായിച്ചു തുടങ്ങിയപ്പോൾ മുതൽ എന്തെന്നില്ലാത്തൊരു സമാധാനം. അച്ഛാ ഞാൻ പലതരത്തിൽ ശ്രമിച്ചിട്ടുണ്ട് ഈ സമാധാനം കിട്ടാൻ, ഇന്നോളം കിട്ടിയിട്ടില്ല. എന്നാൽ ഞാൻ ഈ വചനം ഇങ്ങനെ വായിച്ചു തുടങ്ങിയപ്പോൾ എന്തെന്നില്ലാത്ത സമാധാനം. അച്ഛാ ഞാൻ അവിടെ ഇരുന്ന് നന്നായിട്ട് ഉറങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ചേട്ടാ കർത്താവിന് ആവശ്യം അതായിരുന്നു. ഇപ്പൊ സഹോദരന് വേണ്ടതൊരു സമാധാനമാണ്. സാവധാനം വായിക്കണം. ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് ഇവിടെ പറയാൻ കാരണം എന്നറിയോ? ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട് സങ്കടപ്പെട്ട് നീറിപ്പൊകഞ്ഞിരിപ്പുണ്ടോ? നീ ആ വചനം വായിക്കാൻ തുടങ്ങിയാൽ നിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാന അന്തരീക്ഷം മുഴുവൻ മാറി മറിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.